ഹലോ ഗായ്സ്, അങ്ങനെ ഡേ 1 ബാക്കി വിശേഷങ്ങളാണ് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ റിസോർട്ടിലെ റൂമിൽ എത്തിയിരിക്കുകയാണ്. ട്രാവലൊക്കെ കഴിഞ്ഞ് നല്ല ടയർഡാണ്. ബട്ട് റൂം കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഫ്രഷായി. റൂം ആംബിയൻസ് സിമ്പിളാണ്, ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ ഫീൽ ഉണ്ട്. ലൈറ്റിംഗ് ഒക്കെ നല്ലൊരു കോസി വൈബാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണിയൊക്കെ എത്തി. നല്ലൊരു വിൻഡോ സൈഡൊക്കെയാണ്, സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് റിസോർട്ട് ഫുള്ളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇനി അങ്ങോട്ട് നമ്മുടെ നൈറ്റ് ഫുൾ വൈബാണ്. ഗോവ നൈറ്റ് ആണ് സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നത്. കടകളൊക്കെ ആ സമയത്താണ് ഓപ്പൺ ആവുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ഡിന്നർ ക്രൂസിലേക്ക് ഞങ്ങൾ ടിന്നിങ് ആയി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഡിന്നർ ക്രൂസിന്റെ ക്യാബ് എത്തിയിരിക്കുകയാണ്. ഈ ക്യാബിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നോർത്തിൽ നിന്നും നമ്മൾ സൗത്തിലേക്ക് വീണ്ടും യാത്ര തിരിക്കുകയാണ്. നമ്മുടെ ഫുൾ കലാപരിപാടികളായി ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂം നോർത്തിലാണ്, അവിടെ നിന്ന് വീണ്ടും സൗത്തിലേക്ക് യാത്രയാണ്. ഏകദേശം ഒരു 2-2.5 മണിക്കൂറൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു സ്പീഡൊക്കെ അനുസരിച്ചിരിക്കും. നൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ തിരക്ക് കൂടുതലാണ്. നിങ്ങളെ റോഡ് കാണുന്നില്ലേ, അതുപോലെയൊക്കെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഈ ക്യൂ ഒന്ന് നോക്കൂ, ഇത്രയും വലിയ ക്യൂ ആണ്. ഓരോ ക്രൂസിനും ഓരോ രീതിയിലാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കപ്പിൾ ക്രൂസ് ആണ്, ചിലർ ഫാമിലി ക്രൂസ്, അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കപ്പിൾ ക്രൂസ് ആയ പാരഡൈസിലേക്ക്, അതായത് നമ്മുടെ ഡിന്നർ ക്രൂസിലേക്ക് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ ഞാനുള്ള തള്ളി വീഴ്ത്താനും പോയിട്ടുണ്ട്. പൊട്ടസാരല്ല, ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പേ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ബട്ട് നമ്മുടെ പേരൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അവർ വേറൊരു ടോക്കൺ തരും. അതിൽ ഡ്രിങ്ക്സും ബാക്കി കാര്യങ്ങളൊക്കെയാണ്, ഫുഡും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അങ്ങനെ നമ്മൾ അതിന്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ നില, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് നല്ലൊരു വിശാലമായ സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ അതിന്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു വ്യൂയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഫുൾ ഒരു സ്റ്റേജ് ആയിട്ട് അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാരഡൈസ്, ശരിക്കും ഒരു പാരഡൈസ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അത്രയും വിശാലമായ സ്ഥലമാണ്. കപ്പിൾസ് ഓരോരുത്തരായിട്ട് വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല വെൽ അറേഞ്ച്ഡ് ആണ്. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഇരിക്കാനുള്ള സീറ്റ് വരെ അവർ കൺഫേം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന സീറ്റിലാണ് ഇരിക്കേണ്ടതെന്ന് പോലും. നമ്മൾ ഏകദേശം ഒരു ഫ്രണ്ട് സീറ്റിലൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അത് നന്നായി, കാരണം നമുക്ക് എല്ലാ പ്രോഗ്രാംസ് ഒക്കെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത് തന്നെ കാണാൻ പറ്റി. അങ്ങനെ ക്രൂസിലെ നമ്മുടെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ വെൽക്കം ചെയ്യാനായി ഒരു വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. അത് ഗോവയുടെ തനത് കലാരൂപമായ ഏതോ ഒരു ഡാൻസ് ആണ്, പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഈ ഒരു ഡാൻസോട് കൂടിയാണ് അവര് ബാക്കി കലാപരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. കുറച്ചു ചെറിയ കൊച്ചു പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്നിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. ശരിക്കും ആ ട്യൂൺ വരുന്നത് അവരുടെ ആ ചിരട്ടയിൽ ഇടുന്ന ആ ഒരു, അതായത് അത് തമ്മിൽ മുട്ടിക്കുമ്പോഴുള്ള സൗണ്ട് വെച്ചിട്ടാണ് ആ കളി നടത്തുന്നത്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പാരഡൈസ് ക്രൂസിന്റെ ഫുൾ വൈബ്. അതായത് നമ്മൾ എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് അവർ തന്നെ നമുക്ക് ആ കലാരൂപം പഠിപ്പിച്ചു തരികയാണ്, ആ ഡാൻസ്. ഇപ്പൊ എല്ലാവരെയും സ്റ്റേജിൽ വിളിച്ചു. നമ്മുടെ ക്യാമറമാൻ പുറത്തുണ്ട്, ബാക്കി ക്രൂസിനെയൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫുൾ വൈബ് അടിച്ചിട്ടുള്ള ഒരു നൈറ്റ് ആയിരുന്നു അത്. അപ്പൊ നമ്മുടെ ടോക്കണിൽ തന്നെ ഡ്രിങ്ക്സ് കഴിക്കാൻ നമ്മൾ ആ ഒരു കൂപ്പണും കൊണ്ട് പോകണം. ഒരാൾക്ക് 2 കൂപ്പണാണ്. അങ്ങനെ നമ്മൾ 2 പേർക്ക് കൂടി 4 കൂപ്പണുണ്ട്. അപ്പം നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ചൂസ് ചെയ്തത്. അതല്ലാതെ ആൽക്കഹോൾ വേണമെന്നുള്ളവർക്ക് അപ്പുറത്തൊരു വേറൊരു കൗണ്ടർ ഉണ്ട്. അപ്പോൾ മൊത്തം ഈ ഒരു 4 എണ്ണത്തിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഡാൻസ് ബാക്കി കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ വൈബായിരുന്നു. നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച ശേഷം അവരുടെ എൻജോയ്മെന്റ് കാണുന്നുണ്ട്, നമ്മളല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട്. സൂപ്പറായിരുന്നു. അവിടെ ബാക്കി നോക്കുമ്പോൾ ആ ഫുൾ റിവർ സൈഡാണ്. അപ്പോൾ അവിടെ ബാക്കിയുള്ള ഓരോ പാരഡൈസിലും ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലൈറ്റിങ് അവിടെ ഫുൾ ഈ ഒരു ഡിന്നർ ക്രൂസ് ആണ് ആ ഒരു സമയത്ത് നൈറ്റ് വരുന്നത്. അപ്പോൾ ഓരോരുത്തരും കപ്പിൾസ് ആയിട്ടും അല്ലാതെയൊക്കെ അവിടെ വെച്ച് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട്. അവിടെ ക്യാമറാമാൻ ഉണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു തരും. എനിക്ക് പിന്നെ സ്വന്തമായിട്ട് പൈസ കൊടുക്കാതെ ഒരു ക്യാമറാമാൻ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മളെ പോലെയുള്ള വേറൊരു ഡിന്നർ ക്രൂസിന്റെ ഒരു ക്രൂസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ബാക്കി അവരുടെ കലാപരിപാടികൾ കാണാനായിട്ട്. ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു ഗെയിമാണ്. ആ ഗെയിമിലൊന്നും നമ്മൾ പങ്കെടുത്തില്ല. ബാക്കി കുറേ പേരും കുട്ടികളെയൊക്കെ കൊണ്ട് അവിടെ ആ ഗെയിം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കറങ്ങി കളിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് സ്കിപ്പ് അടിച്ചു. അതല്ലാതെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും നമ്മൾ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഓണത്തിനൊക്കെ കളിച്ച പോലത്തെ, അതായത് നമ്മുടെ കുടുംബസംഗമത്തിൽ കളിച്ച കണക്ക് ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ സിനിമാറ്റിക് ഡാൻസ് ഒക്കെയാണ്. അത് അങ്ങനെ ഓരോ ടൈമിലും അവർ ഗെയിംസ് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഡാൻസ് അത് നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നു. അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ടൈം പോയതേ അറിഞ്ഞില്ല. എത്രയോ 2 മണിക്കൂർ ഏകദേശം ഉണ്ടായിരുന്നു ആ ഒരു ക്രൂസിൽ. 2 മണിക്കൂറല്ല, 7 മണിക്ക് പോയിട്ട് പിന്നെ 11:30ക്കാണ് വരുന്നത്, സോറി. അപ്പോൾ അത്രയും ടൈം പോയത് പോലും നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ വിശപ്പിടിച്ച താഴത്തെ നിലയിലാണ് നമുക്ക് ഡിന്നർ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബൊഫേ ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള എത്ര എമൗണ്ട് വേണമെങ്കിലും ഫുഡ് എടുക്കാവുന്നതാണ്, വീണ്ടും പോയി എടുക്കാവുന്നതാണ്.
ഇതാണ് അവിടെ നിന്ന് നമ്മൾ കിട്ടിയ ആ ഒരു ഫുഡ്. അതിൽ പായസമൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ഫുഡും സൂപ്പർ ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ വ്യൂ ഇങ്ങനെ കാണുമ്പോൾ തണുത്ത കാറ്റൊക്കെ അടിച്ച് അവരുടെ ഡാൻസൊക്കെ കണ്ട് അപ്പുറത്തെ ക്രൂസിൽ എന്താ നടക്കുന്നതെന്നൊക്കെ ഒളിഞ്ഞു നോക്കി നല്ല രസമുണ്ടായിരുന്നു. നൈറ്റ് ഫുള്ളൊരു വൈബായിരുന്നു. ശരിക്കും നമ്മുടെ ഗോവയിലെ ആ ഒരു DJയും സംഭവങ്ങളെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു ഡിന്നർ ക്രൂസിലാണ്. ഗോവയിലൊക്കെ പോകണം അല്ലെങ്കിൽ അവിടെ എൻജോയ് ചെയ്യണമെന്നുള്ളവരെ ഒരിക്കലും ഈ ഡിന്നർ ക്രൂസ് സ്കിപ്പ് ചെയ്യരുത്. കാരണം അത്രയ്ക്കും മനോഹരമായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ഗോവയിൽ പോയ ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അതിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡിന്നർ ക്രൂസ് തന്നെയാണ്. അത്രയ്ക്കും നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരുപാട് പേര് ചേർന്ന് ഒരുമിച്ച് ഡാൻസ് കളിക്കുക, പരിചയപ്പെടുക, അതുകൊണ്ടൊക്കെ കസേര കളിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പങ്കെടുത്തതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ബാക്കിയുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. നല്ല സൂപ്പറായിരുന്നു, ചിരിച്ച് എൻജോയ് ചെയ്ത് നല്ല ഒരു നൈറ്റ് ആയിരുന്നു അത്. പാർട്ട് 1 കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മുടെ ബിഗ് ഡാഡിയുടെ ആ ഒരു ഷിപ്പ് അത് നമ്മൾ നേരത്തെ ആകർഷിച്ച അവൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളെ വീണ്ടും ആകർഷിക്കാൻ. നമ്മൾ അതിൽ നിൽക്കരുത്, കാരണം നമുക്ക് പാരഡൈസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വെറുതെ ഒന്നും ഇരിക്കാനായിട്ട് പറ്റില്ല, എല്ലാ പരിപാടിയിലും നമ്മൾ ചേർന്നേ പറ്റൂ. കാരണം ഈ കാണുന്ന കുട്ടികളെല്ലാവരും നമ്മൾ അവിടെ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകും, നമ്മൾ ചെന്നില്ലെങ്കിൽ പോലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എവരുടെ ഡാൻസ് അത് കഴിഞ്ഞ ശേഷം ആ സ്റ്റെപ്പുകളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന് നമ്മളും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നല്ലൊരു രസമായിരുന്നു. എന്നാലും വലിയ നിർബന്ധമൊന്നുമില്ല, എത്ര ടൈം നമുക്ക് അവിടെ നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും നമുക്ക് വന്നിരിക്കാം, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ ഒരു ഫുൾ ഫ്രീഡം ആണ്. നമുക്ക് വേണമെങ്കിൽ ഡാൻസ് കളിക്കാം, വേണമെങ്കിൽ എൻജോയ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ട് എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാം, എന്ത് വേണോ നമുക്ക് അതിനെ ചെയ്യാം. ഈ ഡിന്നർ ക്രൂസ് ഈ ഷിപ്പ് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്ത് ഏകദേശം നടുക്കോളം എത്തും. പക്ഷെ അതൊന്നും നമ്മൾ അറിയില്ല, കാരണം ഒരു രീതിയിൽ നമ്മൾ അനക്കവും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പയ്യെ സ്ലോ ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. പക്ഷെ നല്ലൊരു എൻജോയബിൾ ആണ്. നമ്മൾ ആ ഒരു കാറ്റും ആ ഗോവ ഒരു വൈബും ഒക്കെ ഫുൾ സെറ്റാണ് നമുക്ക്. ഇവിടെ കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു, കപ്പിൾ ഗെയിംസും എല്ലാം കപ്പിൾസും ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഒരു കപ്പിൾ ഡിന്നർ ക്രൂസ്, അങ്ങനെ അത് ഫുൾ നമ്മൾ എൻജോയ് ചെയ്ത് വീണ്ടും നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഡിന്നർ ക്രൂസ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഡേയിലെ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഗൈസ്.